ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഒരു ചെറിയ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഷോർട്ടാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് വി കഴുത്താണ്. ഇപ്പോഴും ഹൈലൈറ്റ് വീലേക്കാണല്ലോ. നമുക്ക് ഇങ്ങനെ വി നെക്കിൽ പ്രിൻസസ് കട്ടാണ്. കണ്ടോ, പ്രിൻസസ് കട്ടിൽ വി നെക്കാണ് വരുന്നത്. കണ്ടോ, ഇതിന് നമ്മൾ എടുത്തിട്ടുള്ളത് 2 ലൈനിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 2 ലൈനിങ് വെച്ച് എടുക്കണമെന്ന്. കാരണം സാറ്റൻ തുണിയാണ്. അതല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ പുറത്ത് നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൈനിങ് ഇതിനകവും പുറമുണ്ട്. കണ്ടോ, ഇതാണ് പുറം. അപ്പം നമ്മൾ ഈ ഷൈനിങ് വരുന്ന ഭാഗത്ത് നമ്മുടെ ഈ ഫ്രണ്ട് പീസ് വെച്ച് അടിക്കുക. ആദ്യം ഒരു തയ്യൽ തയ്ച്ച് പോവുക. വി കഴുത്താണേ, വൈഡ് വി. കണ്ടോ, നല്ല വൈഡ് വി ആണ്. അപ്പം നമ്മൾ ആദ്യം ഈ വി നെക്ക് ഇതിൽ വെച്ച് തയ്ക്കുക. രണ്ട് പീസും കൂടെ ഒരുമിച്ച് വെച്ച് തയ്ക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് നെക്കൊക്കെ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു തുണ്ടും വേറെ ഒരു പീസും ഒന്നും വെച്ചടിക്കണ്ട. നല്ല ഫ്രീ ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. നമ്മളിങ്ങനെ കഴുത്ത് ഇതിലോട് ചേർത്ത് വെച്ച് അടിച്ചു. കണ്ടോ, അല്ല, നമ്മൾ രണ്ടും ഷൈനിങ് ഉള്ള ഭാഗമാണ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇനി നമുക്കിത് ഷൈനിങ് ഉള്ള ഭാഗം വേണമെങ്കിൽ വയ്ക്കാം, അല്ലാത്ത വയ്ക്കാം. കാരണം ബാക്കിലോട്ടാണ് പോകുന്നത്. അതിപ്പോൾ നമ്മൾ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അപ്പം നമ്മളിതിനെ ഈ നല്ല വശത്തിൻ്റെ പുറത്ത്, കണ്ട, ഈ നല്ല വശത്തിൻ്റെ പുറത്ത് വീണ്ടും ഇത് വെച്ച് അടിച്ചിട്ട് നമ്മൾ മറിച്ചെടുക്കണം. ഒരു ചെറിയ ഷോർട്ട് വീഡിയോയാണ്. നെക്ക് അടിക്കാനുള്ള ഞാൻ ഇതുപോലെ ചെറിയ ടിപ്സ് ഞാൻ ചെറുതായിട്ട് ഇട്ട് തരാം കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ സമയം പോലെ ഞാൻ ഇട്ട് തരാം. നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ മാത്രം മതി. കണ്ടോ, നമ്മളിങ്ങനെ അടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു കൊട്ട് കൊടുത്തു. അറിയാമല്ലോ, ഈ വി നെക്ക് വരുന്ന ഭാഗത്ത് നമ്മളിങ്ങനെ ഒരു കട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ തയ്യലിൽ പറ്റില്ല. അങ്ങനെ ഒരു കട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ബീവായിട്ട് വരില്ല. നമ്മൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇതിൻ്റെ പുറത്തൂടെ ഒരു അടി അടിക്കണം. അതായത് ഈ ലൈനിങ്ങിൽ മാത്രം. ലൈനിങ്ങിൽ തയ്യൽ തുമ്പ് ലൈനിങ്ങിലോട്ട് സൈഡിൽ ഇട്ടിട്ടാണ് അടിക്കാൻ. എന്നാലേ നല്ല പതിഞ്ഞ് വരുള്ളൂ. കേട്ടോ, നമുക്ക് ഇനി ഇതിൻ്റെ പുറത്ത് ഒരു ചെറിയ അടി കൂടെ അടിച്ചെടുക്കുമ്പോൾ നല്ല വീക്കായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. നമുക്കൊരു തുണിയൊന്നും അകത്ത് വെച്ച് അടിക്കണ്ട. തയ്ച്ചെടുക്കാൻ എളുപ്പമാണ്. ഏത് തുണിയായിരുന്നാലും നമുക്ക് തയ്ച്ചെടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഈ കട്ടി കുറഞ്ഞ തുണിയാണ്, ഒരുമാതിരി സിൽക്ക് മോഡലൊക്കെ ഉള്ള തുണിയാണെങ്കിൽ നമുക്ക് അടിയിൽ കട്ടിയുള്ള ഒരു പീസ് കൂടെ ഇട്ട് വെച്ചാൽ നല്ല സ്റ്റിഫായിട്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ ഇനി ഒരു സൈഡും തയ്ച്ചെടുക്കണം. ഒരു സൈഡും തയ്ച്ചെടുത്തിട്ട് പ്രിൻസ് കട്ട് നമ്മൾ അടുത്ത പീസ് വെച്ച് അടിച്ചെടുക്കുമ്പോൾ നല്ല ഫിനിഷായിട്ട് കിട്ടും. കണ്ടോ, ഇതിൽ നമുക്ക് ഈ കഴുത്തിൽ ഒരു അടി കൂടെ അടിച്ചു കൊടുത്താൽ നല്ല അടിച്ചിടൊന്നും വേണ്ട. കാരണം എന്ന് വെച്ചാൽ തേച്ചിട്ടാൽ മതി, നല്ല ഫിനിഷായിട്ട് കിട്ടും. കേട്ടോ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വീനക്ക് തയ്ച്ചെടുക്കാം. എന്ത് ഈസി ആയിട്ട് തയ്ച്ചെടുത്ത് നോക്കിയാൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.